ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മളൊരു റിഡക്ഷൻ സെയിലിന്റെ വീഡിയോ ആയിരുന്നു. അത് നമ്മൾ ദിവസമൊന്നും നോക്കിയില്ല. നമ്മൾ സാധാരണ കേസിന് സൺഡേ ആണ് ചെയ്യാറ്. പക്ഷെ ഞാനത് സൺഡേ അല്ല ഒരു ദിവസം നോക്കി അങ്ങോട്ട് ചെയ്തു എന്നുള്ളൂ. ഒത്തിരി പേർക്ക് പരാതി ഉണ്ടായിരുന്നു, ഇത് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തതല്ല കേട്ടോ. കഴിഞ്ഞ സൺഡേ പ്ലാൻസുകൾ നമുക്ക് പുതിയ പ്ലാൻസുകൾ വന്നില്ലായിരുന്നു. അത് കാരണം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് റിഡക്ഷനിലൊക്കെ ഉള്ള പ്ലാൻസുകളൊക്കെ ചേർത്ത് വെച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അതിലാദ്യം ആരും പരിഭവമൊക്കെ ഒന്നും വിചാരിക്കണ്ട. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാരണമാണോ എന്ന് അറിയില്ല, ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ നിൽക്കണ്ട കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തന്നേക്ക് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് തരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തേക്കൂ കേട്ടോ. അതൊക്കെ നല്ലതാണ്, കാരണം നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള റിഡക്ഷൻ സെയിലിൻ്റെ ഒക്കെ വീഡിയോ വരുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അപ്പോൾ എന്നാൽ ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതൊക്കെ അതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഇതാണ്, ഒരു ക്രൈറ്റീരിയ ആണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്തേക്കൂ കേട്ടോ, ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയും കുറഞ്ഞ പ്ലാൻസുകൾ തന്നെ, വില കുറഞ്ഞ പ്ലാൻസുകളുടെ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒത്തിരി പ്ലാൻസുകളുണ്ട്, നമുക്ക് കണ്ടുപോകാം കേട്ടോ. ആദ്യത്തെ പ്ലാന്റുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പോത്തോസ് വില കുറഞ്ഞതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഡക്ഷൻ സെയിലിൻ്റെ. അതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് ഇതാ, നമ്മുടെ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായി 80 രൂപ മാത്രം വരെയുള്ള നമ്മളുടെ ഗോൾഡൻ പോത്തോസ് സ്റ്റോക്കിലുണ്ട്. നന്നായിട്ട് വേരൊക്കെ വന്നേക്കുന്നത് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ പോട്ടില്ലാതെ ആയിരിക്കും പ്ലാന്റ്സുകൾ വിടുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. മണ്ണിൽ വന്നേക്കുന്ന പ്ലാന്റ്സുകളുണ്ട്, കൊക്കോപീറ്റിൽ വന്നേക്കുന്ന പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഏത് മീഡിയത്തിലാണ് വന്നേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പോവാമേ. അപ്പോൾ ഇത് കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്, നന്നായിട്ട് വേരൊക്കെ ഉള്ളതാണ്. അപ്പോൾ പോട്ട് മാറ്റിയിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ വിടുന്നത് കേട്ടോ. അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറഞ്ഞതൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നിന്ന് മനസ്സിലായി ഒത്തിരി പേര് കുറഞ്ഞ പ്ലാൻസുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതാ ഈ ഒരു സൈസിലുള്ള എൻജോയ് പോത്തോസ് ഇതാ ഇത് കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ അത്രയും നിങ്ങളുടെ വേര് വന്നിട്ടില്ല, കുറച്ചും കൂടെ വേര് കുറവാണ്. എന്നാലും വേരുകളൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള. ഇതും 80 രൂപ തന്നെയാണ്. പിന്നെ നമ്മളുടെ ഫിലാഡൻഡോൺ, ഇതിൻ്റെ പേര് റിംഗ് ഓഫ് ഫയർ ആ പ്ലാന്റ് ആണ്. ഇത് 120 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ചെറിയ പ്ലാന്റ് ആണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട, ഫിലാഡൻഡോൺ വെറൈറ്റിയാണ്. നമുക്ക് സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വളർന്നോളൂ കേട്ടോ. ഇത് തന്നെ ഫിലാഡൻഡോണിൻ്റെ വേറൊരു വെറൈറ്റി, ഫിലാഡൻഡോൺ ഫ്ലോറിഡ ബ്യൂട്ടി. ഇതിൻ്റെ പാറ്റേൺ ഒന്നും കാണിക്കാൻ വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇത്രയും കുഞ്ഞു പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും 120 തന്നെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതും സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളുടെ കുറച്ച് ചുമയൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കുക. ഇത് നമ്മളുടെ പെപ്രോമിയ വെറൈറ്റിയാണ്. പെപ്രോമിയ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇത് വന്ന് 150 അല്ലേ റേറ്റ് വരുന്നത്? സോറി, 150 അല്ല കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ, റേറ്റ് ഓർമ്മയിലില്ല കേട്ടോ. 170 ആണെന്ന് എനിക്ക് തോന്നുന്നു. 160 170 എന്തോ ആണ് കേട്ടോ. ഇതായത് കേട്ടോ. പിന്നെ നമുക്ക് പുതിയത് ഒരു വെറൈറ്റി സിങ്കോണിയം വന്നിട്ടുണ്ട്. നമുക്ക് സിങ്കോണിയം കോപ്പർ നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇതാണ് സിങ്കോണിയം കോപ്പർ വരുന്നത്. 80 രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. കൂടുതൽ പ്ലാന്റുകൾ 1 2 3 4 പ്ലാന്റാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതേപോലെയുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും 3 4 ഒക്കെ ഉണ്ടാവും കേട്ടോ. വേറൊരു വെറൈറ്റി പുതിയത് വന്നേക്കുന്നത് ഇങ്ങനെ ഡ്വാർഫായിട്ട് നാരോ ലീഫായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാറ്റേൺ വരുന്നത്. ഇതാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ പേര് സിങ്കോണിയം നാരോ ലീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തേക്കാം. അത് 70 രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ. ഇങ്ങനെ അത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. മണ്ണിലാണ് കേട്ടോ പ്ലാന്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുന്നത് കേട്ടോ. കുറച്ച് വെയിറ്റ് ഉണ്ടാവുമല്ലോ മണ്ണാവുമ്പോൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലം കൂടി ആകുമ്പോഴത്തേക്കും മണ്ണിന് കുറച്ച് നനവ് കൂടുതലായിരിക്കും. അപ്പം അത് മാറ്റിയിട്ട് ഭംഗിയായിട്ടായിരിക്കും വിടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ക്ലോറോഫൈറ്റം, നമ്മളുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഫാമിലിയിൽപ്പെട്ട ക്ലോറോഫൈറ്റം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസ്. ഈ പ്ലാന്റിന് ഇതിന് സ്പൈഡർ പ്ലാന്റിന് ഇങ്ങനെ തൂങ്ങി വരുന്ന സ്പൈഡർ പ്ലാന്റ് ഉണ്ടല്ലോ, അതിന് സാധാരണ കേസിൽ കിഴങ്ങുകൾ കാണാറില്ല. ഇതിന് കിഴങ്ങുള്ള വെറൈറ്റിയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 മാത്രം റേറ്റ് വരുന്നുള്ളൂ. സോറി കേട്ടോ, ഭയങ്കര ചുമയൊക്കെ ഉണ്ട്, എന്താണോ മഴക്കാലമൊക്കെ തുടങ്ങിയതിന് ശേഷം. ഇത് 60 രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഡ്രസീന ഗോൾഡൻ മിൽക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ളത്
നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ റസീന അതിൻ്റെ പേര് ഒരു ഗോൾഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം സാമ്യമൊക്കെ ഉള്ളതാണ്, പക്ഷെ അതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അത് നമുക്ക് കൊക്കോപീറ്റിൽ ഒയാസിസിലൊക്കെയായിരുന്നു വന്നേക്കുന്നത്. ഇത് മണ്ണിലാണ് നമുക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇതെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒയാസിസിലൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് നനവ് കൂടുതലുള്ള പോട്ടി മിക്സ് ആണ് ഇതിന് ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒയാസിസിൽ കുത്തി വെക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോട്ടി മിക്സ് ആണെങ്കിൽ നന്നായിട്ട് പിടിച്ച് വന്നോളൂ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഭംഗിയൊക്കെ ആക്കിയിട്ടൊക്കെ ഇൻഡോറിലേക്കൊക്കെ കൂടുതൽ സ്റ്റെമ്മൊക്കെ എടുത്ത് കുത്തി പിടിപ്പിച്ച് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഡ്രസീനയുടെ തന്നെ അടുത്ത വെറൈറ്റി വന്നേക്കുന്നത് മിൽക്കി വേ എന്ന് പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നടുക്കൊരു ഓഫ് വൈറ്റ് കളർ, ഒരു മഞ്ഞയും ഒരു ബോർഡർ ഒരു പച്ചയും കൂടെ ചേർന്നിട്ട് അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ്. ഇതിൻ്റെ റേറ്റ് 120 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റി അല്ല. കുറച്ച് പിടിച്ച് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റെമ്മൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പക്ഷെ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. 120 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഫിലാഡോണ്ടോൺ മയോയി നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച റിഡക്ഷൻ സെയിലിൽ ഒരു 80 റുപ്പീസിൻ്റെ മയോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും മയോയി തന്നെയാണ്. ഇലകളൊക്കെ ഈ രീതിയിലാണ് വരുന്നത് എങ്കിലും ആ മയോയിക്ക് കഴിഞ്ഞ ആഴ്ച റിഡക്ഷൻ സെയിലിൽ കാണിച്ച മയോയിക്ക് ഇത്ര വിരിഞ്ഞ ഇലകൾ വരില്ല, ചെറിയ ഇലകളായിരിക്കും, കുറച്ചും കൂടെ ചെറുത്. അങ്ങനെയുള്ള ഒരു ഇലകളൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ കൈയുടെ വിരലിൻ്റെ ഒക്കെ അത്രയും അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ആയിരിക്കും. കുറച്ചും കൂടെ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വലുതാവുന്നു മാത്രം. ഇത്രയും വിരിഞ്ഞിങ്ങനെ വരില്ല. ഇത് കുറച്ചും കൂടെ വലുതാവുന്ന അങ്ങനത്തെ ഒരു വെറൈറ്റി മയോയി ആണ്. മയോയി തന്നെ, രണ്ടും മയോയി എന്ന് തന്നെയാണ് പേര് തന്നെ, പക്ഷെ ആ വളർച്ചയുടെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവുന്നു മാത്രം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 ആണ് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. ഇത് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ലതാണ്. സ്റ്റിക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. സ്റ്റിക്ക് കൊടുത്ത് ഒരു പോട്ടിൽ 2 3 സ്റ്റെമ്മൊക്കെ മുറിച്ചൊക്കെ ആക്കിയെടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുന്നത് കേട്ടോ. ഒരു കലാത്തിയ വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട്. കലാത്തിയ ആൽബർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 150 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇങ്ങനെ ഇലയുടെ ബാക്ക് സൈഡ് ഒരു ചെറിയൊരു ഇത് ചേർന്നിട്ടുള്ള ഒരു ഇലയാണ് വരുന്നത് കേട്ടോ. ഒരു നമ്മുടെ ബീട്രൂട്ട് കളർ ചേർന്നിട്ടുള്ള ഒരു ഇലയാണ് ഇതിന് വരുന്നത്. ഇത് മണ്ണിലാണ് പ്ലാന്റ് വന്നേക്കുന്നത് കേട്ടോ. കുറച്ച് ഇലയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് ഇലയ്ക്ക് ഹോളും അങ്ങനെയൊക്കെ ഉണ്ടാവും. മണ്ണിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റാണ്. ഇത്രയൊക്കെ ഷൂട്ടുകൾ ഉണ്ടാവും. ഒരു 3 അല്ലെങ്കിൽ 4 ഷൂട്ടുകൾ ഉണ്ടാവും കേട്ടോ. ആൽബർട്ടി, കലാത്തിയ ആൽബർട്ടി എന്നാണ് പേര് വരുന്നത്. 150 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഗോൾഡൻ കാസ്കേഡ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. 120 മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്. സോറി കേട്ടോ. അങ്ങനെയുള്ള പ്ലാന്റാണ്. ചിലതിനൊക്കെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അത് കണ്ട പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. ഇത് കണ്ടോ. നമുക്ക് ഒരു വലിയ പോട്ടിലേക്ക് ആക്കിയിട്ട് ഒരു കമ്പിയൊക്കെ കൊടുത്തിട്ട് റൗണ്ടിലാക്കി അങ്ങനെ പോട്ടി തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് പൂക്കൾ വന്നോളും. നല്ല ഭംഗിയിൽ വന്നോളൂ കേട്ടോ. അങ്ങനെയുള്ള ഈ ഒരു സൈസിലുള്ള ഏകദേശം ഈ ഒരു സൈസൊക്കെ ഉള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. 120 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എന്താ മണ്ണിലാണ് ഗോൾഡൻ കാസ്കേഡ് വന്നത്. മണ്ണിലാണ്. പിന്നെ ഇത് നമ്മുടെ കലാഡിയം സീബ്ര എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇങ്ങനെ മിനിമം ഒരു 2 ഇല പ്രതീക്ഷിച്ചാൽ മതി. ഇത് മണ്ണിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അധികം സ്റ്റോക്കിലില്ല കേട്ടോ. താല്പര്യമുള്ളൊരു വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടാൽ കിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ഇത് മണ്ണില പ്ലാന്റുകൾ വന്നേക്കുന്നത്. ഇത് നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി, അഗ്ലോണിമ ബിഗ് റോയ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് 2 എണ്ണം മാത്രമാണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിലുള്ളൂ. ഇങ്ങനെ ഈ 2 സൈസ് കേട്ടോ. ഈ 2 ഏകദേശം ഒരേ സൈസാണെന്ന് തോന്നുന്നു. ഇലകളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. മണ്ണിലാണ് പ്ലാന്റ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 170 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കാണിച്ചു പോട്ടെ. നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി. പിന്നെ നമ്മുടെ ക്രിപ്റ്റാന്തസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള വരുന്നത്. പിന്നെ നമുക്ക് സാൻസവേരിയ 3 വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ, 4 വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഒന്ന് കാറ്റലോഗ് നോക്കിക്കോളൂ. ഒരു വെറൈറ്റി ഇവിടെ 3 വെറൈറ്റിയാണ് സ്റ്റോക്കിൽ കാണുന്നുള്ളൂ. അടുത്ത വെറൈറ്റി കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് നമുക്ക് സിൽവർ പ്രിൻസസ് സ്റ്റോക്കിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 150 റേഞ്ച് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ഈ 3 പ്ലാന്റിനും.
ഇത് നമ്മുടെ ലില്ലിപ്പൂട്ട് സ്റ്റോക്കിലുണ്ട്. മിക്കാഡോ, നല്ല ഭംഗിയുള്ള മിക്കാഡോ, അതും സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്താ, പിന്നെ കോംബോ സ്റ്റോക്കിലുണ്ട്. ഒരു സെറ്റ് എങ്ങാണ്ട് സ്റ്റോക്കിലുണ്ടെന്ന് തോന്നുന്നു. ഒരു 270യുടെ 2 പ്ലാന്റിൻ്റെ കോംബോ സ്റ്റോക്കിലുണ്ട്. അതും കൂടെ നോക്കിക്കോളൂ കേട്ടോ. കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് പാം വന്നിട്ടുണ്ട്. ബാംബു പാം ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു മിനിമം ഒരു 10 പ്ലാന്റെങ്കിലും ഒരു പോട്ടിലുണ്ടാവും. 130 ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ താല്പര്യമുള്ളൊരു മെസ്സേജ്. ഇതൊക്കെ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അതിൻ്റെ കടഭാഗമൊക്കെ നല്ല ഉരുണ്ട് നല്ല ഭംഗിയിൽ വരും. ഞാൻ ഒരു വലിയ പ്ലാന്റ് കാണിച്ചു തരാട്ടെ ഇടയ്ക്ക്. നമ്മുടെ മിൽക്കി വേ കാണിച്ചില്ലേ, അതെ, അതിൻ്റെയൊക്കെ ഒരു സാമ്യമുള്ള ഒരു പ്ലാന്റ് ഇതാ. ഇത് നോക്കി, ഞാനിത് ഇൻഡോറിലേക്കൊക്കെ വെക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഇങ്ങനെ നല്ല രസമാണ്. ഇതേ കണ്ടോ, ഒരു 4-5 ഷൂട്ടുകൾ അങ്ങനെ ഇതാക്കി ചെറിയ ചെറിയ ചട്ടികളിലേക്ക് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒക്കെ കൂടെ ഒരുമിച്ചാക്കി വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, നല്ല രസമല്ലേ. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ടിലേക്കൊക്കെ ഒരു വിസിറ്റിംഗ് റൂമിലേക്കൊക്കെ വെക്കാൻ പാകത്തിന്, സൈഡിലൊക്കെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അത് നമുക്ക് അകത്ത് വെക്കുന്നതല്ല, പുറത്ത് വെക്കുന്നതാണ്. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ ആകുമ്പോഴേ അത് നമുക്ക് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റെമ്മുകൾ എടുത്ത് ചെറിയ പോട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ ശേഷം ഒക്കെ കൂടെ ക്ലബ് ചെയ്ത് വലിയ പോട്ടിലേക്ക് ആക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മുടെ CC പ്ലാന്റ് 2 വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട്. ബ്ലാക്ക് CC ഇപ്പോൾ സ്റ്റോക്കിലില്ല കേട്ടോ നിലവിൽ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ബ്ലാക്ക് CC നമുക്കില്ല. പിന്നെ സാധാരണ CC ഉണ്ടല്ലോ, CC പ്ലാന്റ് ഉണ്ടല്ലോ, അത് 1-2 സ്റ്റോക്കിലുള്ളൂ. ഇത് നമുക്ക് സ്റ്റോക്കിലുണ്ട്. നല്ല രസമാണ് ഡ്വാർഫ് CC. പിന്നെ പെഡിലാന്തസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പെഡിലാന്തസ് ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ റീസെയിലൊക്കെ ചെയ്യുന്നവർക്ക് അടുത്തിയൊക്കെ മാറ്റി നടാം കേട്ടോ. ഒയാസിസിലാണ് പ്ലാന്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പതുക്കെ മാറ്റി അടുത്ത കുഞ്ഞു പൊട്ടിലേക്കൊക്കെ ആക്കിയിട്ട് കുഞ്ഞ് റേറ്റിനൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ പ്ലാന്റ് കേട്ടോ. പിന്നെ പെപ്രോമിയ വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പെപ്രോമിയ അങ്കുലാത്ത സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട്. പിന്നെ നമുക്ക് ഇഗ്സോറ സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെ ഇത് 3 കാണുന്നുണ്ട് കേട്ടോ. ഒരു 2 വലിയതും ഒരു കുഞ്ഞതും കാണുന്നുണ്ട് ഈ പോട്ടിൽ കേട്ടോ. അതേപോലെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 2 വലിയതും 3 വലുതായിരിക്കും. ചിലപ്പോൾ 2 വലിയതും ഒരു കുഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ നിറച്ചും പൂക്കളുള്ളതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇത് ഇപ്പോൾ റെഡ് വെറൈറ്റി മാത്രമേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളൂ. നിറച്ചും പൂക്ക് നല്ല രസമല്ലേ. നമുക്ക് പൂജയ്ക്കൊക്കെ എടുക്കുന്നതിനോ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് ഈശോയുടെയൊക്കെ എടുത്ത് നമുക്ക് പൂജയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള പൂക്കൾ അങ്ങനെ ചെത്തി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നടാം കേട്ടോ. അതേപോലെ കുഞ്ഞു പോട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-2 ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാൻ പാകത്തിന് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 280 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതും കൂടെ ഇത് സ്റ്റോക്കിലുണ്ട്. നമ്മളുടെ പോത്തോസ്, ഗ്ലോബൽ പോത്തോസ്. ഇത് നിറയെ ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇത് നിറച്ചും വേരൊക്കെയുള്ള അങ്ങനെയുള്ള പ്ലാന്റ് 180 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നിറച്ചും അങ്ങനെ സെറ്റ് ചെയ്യാൻ ഭാഗത്ത് തന്നെയുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ബാക്കി പ്ലാന്റ് കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമായിട്ട് ഒത്തിരി പേര് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ആണെങ്കിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒത്തിരി പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ആ ബെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുക കേട്ടോ. പിന്നെ പ്രൊഫഷണൽ DTDC പോസ്റ്റിൽ വഴി നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ അയക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഡിലേ വരില്ല. അഡ്രസ്സും കൂടെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡിലേ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകൾ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഒത്തിരി പേര് ഇങ്ങനെ ഇട്ടിട്ടതിന് ശേഷം സമയം പിന്നെ നമ്മൾ ഓരോന്ന് ചോദിച്ച് വരുമ്പോഴത്തേക്കാണ് പ്ലാൻസുകൾ കിട്ടാതെ വരുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.